പഴയ കാലത്ത് മീൻകറി വെക്കുന്ന ചട്ടി ചാരം തേച്ച് കഴുകി വെയിലത്തുണക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. പരലുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പിട്ട് മീൻ വൃത്തിയാക്കി കഴുകിയ ശേഷം മുളകും പുളിയും മല്ലിയും അരച്ചു ചേർത്ത് മീൻകറി ഉണ്ടാക്കുന്ന ആ കാലത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു. രുചിഭേദങ്ങളും മാറി. എന്നാൽ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ തേടുന്ന ഒരു രുചിക്കൂട്ടാണ് മീൻകറിയുടേത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് മാംസത്തേക്കാൾ മത്സ്യവിഭവങ്ങളാണ്. മീൻ മാത്രം കഴിക്കുന്നവരെ പെസ്കറ്റേറിയൻ എന്നാണ് വിളിക്കുന്നത്. ഇവർ പച്ചക്കറികളും മീനും മാത്രമേ കഴിക്കൂ. കേരളത്തിലെ മീൻകറികൾ പ്രാദേശികമായി പലതാണ്. തേങ്ങ അരച്ചതും തേങ്ങാപ്പാൽ ഒഴിച്ചതുമായ കറികളാണ് കൂടുതലും. മധ്യ കേരളത്തിൽ പ്രചാരത്തിലുള്ള മപ്പാസിൽ തേങ്ങയും മല്ലിയുമാണ് പ്രധാന ചേരുവകൾ. പോർച്ചുഗീസ് സ്വാധീനത്തിലുള്ളതാണ് ഫിഷ് മോളി. ഇത് കൂടുതലും കണ്ടുവരുന്നത് പ്രഭാത ഭക്ഷണമായ അപ്പത്തോടൊപ്പവും. വറുത്തരച്ച മീൻകറി, തേങ്ങ പച്ചയ്ക്ക് അരച്ചത്, പാലൊഴിച്ചത് എന്നിങ്ങനെ പലതരം മീൻ വിഭവങ്ങൾ കാണാം. തേങ്ങയില്ലാതെ മുളകരച്ചത്, മീൻ വേവിച്ച കറികൾ, പീര, മീൻ പൊള്ളിച്ചത് എന്നിങ്ങനെ പല വിധത്തിൽ മീൻ വിഭവങ്ങൾ തയ്യാറാക്കാം. മീൻ കറിക്ക് പുളി നിർബന്ധമാണ്. വാളം പുളിയും കുടംപുളിയുമാണ് സാധാരണ മീൻകറിയിൽ പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. പച്ചമാങ്ങ, ഇലിമ്പിപ്പുളി എന്നിവയും പുളിക്ക് പകരം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. കേരളത്തിലെ പോലെ മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ബംഗാളിലും ഒഡീഷയിലും ഉള്ളവർ. അവരുടെ മീൻകറിയിൽ പ്രധാനം കടുകും കടുകെണ്ണയുമാണ്. മീൻകറിക്കൊപ്പം കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, വഴുതനങ്ങ എന്നിവയൊക്കെ ചേർത്താണ് അവിടെ മീൻകറി തയ്യാറാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ മുരിങ്ങാക്കോൽ മീൻകറിയിൽ ചേർക്കാറുണ്ട്. തെക്കൻ കേരളത്തിൽ വറുത്തരച്ച മീൻകറി ഏറെ പ്രസിദ്ധമാണ്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഭാഗങ്ങളിൽ തേങ്ങ, പുളി, മുളക്, മല്ലി എല്ലാം ചേർത്ത് വറുത്തരച്ച് ചേർക്കുന്ന മീൻകറി. ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മീൻപീരയും ഏറെ രുചികരമാണ്. കേരളത്തിലെ മീൻകറിയുടെ സ്വാദിനെ കുറിച്ച് ലോകമെമ്പാടും വളരെ നല്ല അഭിപ്രായമുണ്ടെങ്കിലും ഒരു വിമർശനം കേൾക്കുന്നത് നമ്മൾ ആവശ്യത്തിലധികം വേവിച്ചാണ് മീൻ കഴിക്കുന്നതെന്നാണ്. അധികമായി വേവിച്ച് അതിന്റെ സ്വാഭാവിക ഗുണങ്ങൾ ഇല്ലാതാക്കുമെന്നും. ഇത് ഒരു പരിധിവരെ ശരിയാണ്. കായലിൽ നിന്നും പുഴയിൽ നിന്നും കടലിൽ നിന്നും ലഭിക്കുന്ന മത്തി, അയല, കണമ്പ്, പ്രാച്ചി, കൂഴാലി, നത്തൽ തുടങ്ങിയ മത്സ്യങ്ങൾ വേവാൻ അധിക സമയം വേണ്ട. തിളച്ച ഗ്രേവിയിൽ 5 മിനിറ്റ് കൊണ്ട് മീൻ വേവുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ രീതിയിൽ കുറെ നേരം പാകം ചെയ്ത് വറ്റിച്ചെടുത്താണ് കഴിക്കുന്നത്. മീൻ വറുക്കാൻ എടുക്കുന്ന സമയത്തിലും കുറവ് മതി ചെറിയ മത്സ്യങ്ങൾ വെന്ത് കിട്ടാൻ. ആവോലി, ചൂര, വറ്റ തുടങ്ങിയ വലിയ മത്സ്യങ്ങൾ കുറച്ചുകൂടി സമയമെടുത്ത് വേവിക്കണം. മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ തയ്യാറാക്കുന്ന ഒരു മീൻ കറിയുണ്ട്. ബോട്ട്മാൻ ഫിഷ് കറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ ലളിതമായി മുളകും ഉള്ളിയും തക്കാളിയും ചേർത്ത രുചികരമായ മീൻകറിയാണിത്. ഇതിന് ഏറ്റവും കൂടുതൽ രുചി കൂട്ടുന്നത് ഫ്രഷ് മീന് തന്നെ. കേരളത്തിന് വെളിയിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ മീൻ കുളമ്പാണ്. മംഗലാപുരത്ത് ചെന്നാൽ പ്രസിദ്ധമാണ് ലേഡി ഫിഷ് ഫ്രൈ. മുംബൈയിലും മറ്റും റവ ചേർത്ത് മീൻ പൊരിച്ചെടുക്കുന്ന തവ ഫ്രൈയും. കേരളത്തിലും ഇന്ത്യയിലും നെയ്മീനാണ് ആൾക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന മീന്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ചൂരയ്ക്കാണ് ആരാധകർ ഏറെ. ലോകത്ത് വളരെയധികം വിലയുള്ള മത്സ്യമാണ് ട്യൂണ. വിദേശ രാജ്യങ്ങളിൽ ട്യൂണ പച്ചയോടെ കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇളം പിങ്ക് നിറത്തിലുള്ള സ്റ്റീക്ക് അവർ പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യപ്പെടുമ്പോൾ മലയാളികൾ ഏറ്റവും വേവിച്ച് കഴിക്കുന്ന മീനുകളിൽ ഒന്നാണ് ട്യൂണ. വിദേശ രാജ്യങ്ങളിൽ ട്യൂണയ്ക്ക് പൊന്നിൻ വിലയാണ്. മീൻ യൂറോപ്പിലേക്ക് എത്തിയാൽ ഗ്രില്ല് ചെയ്താണ് കഴിക്കുന്നത്. ബ്രിട്ടനിൽ ചെന്നാലോ അവിടെ പ്രസിദ്ധം ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. മാരിനേറ്റ് ചെയ്യാൻ ബീറും അവിടെ ഉപയോഗിക്കാറുണ്ട്. ഗ്രില്ലല്ലെങ്കിൽ ബേക്ക് ചെയ്ത മീനിന്റെ തൊലിഭാഗം നല്ല ക്രിസ്പിയാക്കിയാണ് കഴിക്കുന്നത്. അതിനോടൊപ്പം ഗ്രീൻ പീസും പച്ചക്കറികളും പൊട്ടറ്റോ സ്മാഷും ചേർത്താണ് യൂറോപ്പിൽ രുചി വിതറുന്നത്. പല രാജ്യങ്ങളിലും മീൻ രുചിഭേദങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്മോക്ഡ് സാൽമൺ. വളരെ നോർമലായി മുറിച്ചെടുത്ത് പുകച്ച് വേവിക്കാതെ തന്നെ കഴിക്കാം. ലോകത്തിലെ ഏറ്റവും വില പിടിച്ച മീൻ വിഭവമാണ് മീൻ മുട്ട. എന്തായാലും നമ്മുടെ മീൻ എല്ലായിടത്തും ഹിറ്റാണ്.